പറയേച്ചി. വീട്ടിലോട്ടൊന്ന് വരണേ, നീ ഒന്ന് ഫ്രീ ആവുമ്പോഴത്തേക്കിനും. വേണ്ട ഫാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിലോ? ഹലോ? സീലിംഗ് ഫാൻ ആണോ? അല്ല സ്റ്റാൻഡിങ്. ഇന്നലെ കൊണ്ടുവന്നതാ. സ്റ്റഡി ഇന്നലെ അല്ല, ഇത് നമ്മുടെ സ്റ്റാൻഡിങ് ടെറസല്ലോ. ഫാനാട്ടാ. ഓ ആ മനസ്സിലായി. ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്നതാ. അപ്പോഴത്തേക്കിനും ഞാൻ നിന്റെ അമ്മയടുത്ത് വെച്ചപ്പം പറഞ്ഞു വന്നിട്ടില്ല, പുറത്തോട്ടാണ്ട് പോയി, വണ്ടിയുടെ എന്തോ ശരിയാക്കാൻ പോയെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാ ഫോൺ വീട്ടിൽ വെച്ചിട്ടാ പോയിരുന്നില്ല. വണ്ടിക്ക് ഇച്ചിരി കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അതൊന്ന് റെഡിയാക്കണമായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയത്. ഞാൻ പിന്നെ വിളിക്കാഞ്ഞതാ. പിന്നെ നിങ്ങക്ക് രാത്രി ഉറക്കമൊന്നും ഇല്ല? എന്നിട്ട് ചോദിച്ചതാ. എന്താടാ അങ്ങനെ ഒരു ചോദ്യം? ഇല്ല, ചോദിച്ചതാ. അല്ല, രാത്രി 12 മണിക്കൊക്കെ രാത്രി ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ലൈറ്റ് ഓഫ് ചെയ്യുന്ന എന്തൊക്കെയായിരുന്നു? അത് നിനക്കില്ലാ ഒന്ന് സമയത്ത് ഉറക്കമില്ലേ? ഞാൻ ഫോണിൽ കളിച്ചുകൊണ്ട് നടന്ന സമയത്ത് നിങ്ങളുടെ മതിലിനോട് ചേർന്നുള്ളതില്ലേ. ഒന്നും അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ആ കർട്ടൻ ആ ലൈറ്റ് കളർ മാറ്റിയിട്ട് ഡാർക്ക് കളറും എല്ലാം വരുത്തിയിട്ടാ നിങ്ങൾക്ക് എടാ നിനക്ക് നാണം ഉണ്ടോടാ ഒരു ഭാര്യ ഭർത്താവ് കിടക്കുന്ന റൂട്ടിലോട്ട് ഒളിഞ്ഞു നോക്കാൻ? ഒളിഞ്ഞു നോക്കിയതല്ല, ഞാൻ ഇന്നലെ ലൈറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ടോ, അത് ലൈറ്റ് ഓഫായി കിടക്കുമല്ലായിരുന്നു. നോർമലി ഓഫായി കിടന്നിട്ട് പിന്നെ ഒന്ന് ലൈറ്റ് ഇട്ടപ്പോ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് ആ വെള്ള കർട്ടനല്ലായിരുന്നു അങ്ങനത്തെ. അത് ഇപ്പുറത്തോടെ നന്നായിട്ട് കാണും. നിനക്ക് കുശുമ്പുണ്ടോ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ചെയ്യുന്നത്? ചെയ്യുന്നതൊന്നും കണ്ടില്ല, ചേച്ചി എണീറ്റ് പോന്ന കണ്ടു. ഒന്നും ഇല്ലാതെ. ഒന്നുമല്ലെങ്കിൽ നീ എല്ലാതും കണ്ടിട്ടില്ലാത്ത കണക്കാ. ഒന്നുമില്ലെങ്കിൽ നിനക്ക് തോന്നുമ്പോ ഞാൻ തന്നിട്ടുണ്ട്. ആണ് ഞാൻ പറഞ്ഞത്. നാട്ടുകാരും കൂടെ കണ്ടിട്ട് കൊണ്ട് പറഞ്ഞിട്ട് പറഞ്ഞത്. എന്റെ ഭർത്താവിനും കൂടെ കൊടുക്കണ്ടേ? നിനക്ക് മാത്രം തന്നാ മതിയോ? തമാശ പറഞ്ഞല്ല, ഇതിപ്പോ നന്നായിട്ട് കാണാം. ഇനിയാണ് നിന്നിട്ടുണ്ട് നിങ്ങളില്ലേ എന്തെങ്കിലും കളിക്കുന്ന സമയത്ത് ലൈറ്റ് ഇടാതെ കളിക്കുന്നത് നല്ലത്. ലൈറ്റുണ്ടെങ്കിൽ രാത്രി നന്നായിട്ട് വെളിയിലോട്ട് അറിയാം. അവിടെ നിന്റെ റൂമില്ലേ? നീ 24 മണിക്കൂർ ആ ജനലും തുറന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. സീൻ കാണാന് ഒന്നുമല്ലേ അവരുടെ കാണുന്നത്. അതുകൊണ്ടാ ഞങ്ങളല്ല, അതുകൊണ്ടാ ഞാൻ ലൈറ്റ് ഇട്ടിട്ട് ചെയ്യുന്നത്. നീ കാണണമെങ്കിൽ കാണട്ടെ. നീ അതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. പിന്നല്ലാതെ കണ്ടിട്ട് പോ വിറച്ചിരിക്കുന്നതല്ലോ, നല്ല രീതി അടിച്ചു കളയാനുണ്ടായിരിക്കുമല്ലോ. അതൊക്കെ ആണ്. പിന്നെന്താ? ഇന്നലെ എഴുന്നേറ്റ് പോയപ്പോ എന്തിനാ അങ്ങാരിയാര് പിടിക്കുന്നുണ്ട്? പിന്നെ ഇത് മുഴുത്തില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ നടുവേനെന്നും പറഞ്ഞു എണീറ്റതാ. സത്യം പറഞ്ഞ എനിക്കല്ല താല്പര്യമില്ല അങ്ങേരോടെ ചെയ്യുന്ന, അറിയാലോ. പിന്നൊരു സംശയത്തിന് ഇട കൊടുക്കണ്ട. എന്താടാ ആദ്യം പറയാനും? പിന്നൊരു സംശയത്തിന് ഇട കൊടുക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഇപ്പൊ നിന്റെ കയറി എനിക്ക് അങ്ങോട്ട് കയറുമ്പോ ഒരിതില്ല. സുഖമില്ലേ? മക്കളൊക്കെ എന്ന് വരും? ആരാവന്മാരോ? മൂത്തവന് ലീവില്ല, ഇളയവനിപ്പോ ഉടനെ വരും. എന്നാണൊന്നും പറഞ്ഞില്ല. എന്തിനാ ചോദിച്ചതോ? അവന്മാര് വന്നു കഴിഞ്ഞാലേ പിന്നെ ഇതൊന്നും നടക്കത്തില്ല. എപ്പോഴും പോന്നാല് പിന്നെ പറച്ചിട്ട് എന്താന്ന് വരുന്ന കണക്കല്ലേ. നിനക്ക് തോന്നുമ്പോഴൊക്കെ നീ ചോദിക്കുമ്പോ ഞാൻ തരാറുണ്ടല്ലോ. പിന്നെന്തോ വരാറുണ്ട്. പിന്നെ എത്ര കിട്ടിയാലും മതി. ഇത് നിങ്ങളുടെ റൂമിലെ ഫാനിന്റെ വർക്കല്ലേ? പുതിയ ഫാനൊക്കെ മേടിച്ച് നീ അന്ന് വന്നപ്പോ ഞാൻ നിനക്ക് കാണിച്ചു തന്നേലേ, അത് മൊത്തം ഇളകിയിരിക്കുന്നു. കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പിന്നെ മറ്റേ സൗണ്ട് കേൾക്കത്തില്ലല്ലോ. അപ്പം ബാക്കിയുള്ളവര് സൗണ്ട് ഇടക്കിട്ട് എങ്കിലേ രാത്രി ഇടിയും മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ എനിക്കാണെങ്കിൽ എപ്പോഴും ഫാൻ വേണം. അപ്പൊ ഇടിയും മഴയൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പൊളഞ്ഞ ഫാനൊക്കെ ഇട്ടോണ്ട് കിടന്നാൽ ചിലപ്പം കഷ്ടകാലത്തിന് എപ്പോഴാ പൊട്ടിത്തെറിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് കഴിയുമ്പത്തേക്ക് വരാം. ചേട്ടൻ പോയോ? അതോ നിങ്ങളുടെ ചേട്ടനോടെ കളഞ്ഞ ക്ഷീണമായിരിക്കും. അതോ പോയോ? പറഞ്ഞു അങ്ങേര് പോയെന്ന് എന്റെ അടുത്ത് പറഞ്ഞ്, നീ അവനെ ഒന്ന് വിളിച്ചു നോക്ക്, അവ അവിടെ കാണുമെങ്കിൽ. അങ്ങനല്ല പറഞ്ഞു. എനിക്ക് കോളേജിൽ പോണ്ട, എന്നെ പോയില്ല. അതുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ രാത്രി വന്നിട്ടൊന്നും എന്നെ കിട്ടത്തുന്നില്ല. അത് കൊള്ളാം. ഇപ്പൊ പറച്ചിലോട്ട് തോന്നി എനിക്ക് നോക്കിയിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നത്. അതല്ല ഫാൻ സെറ്റ് ചെയ്യുന്ന മറ്റേത് ഞാൻ എപ്പോഴെല്ലാം വരത്തില്ല. അത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഫാൻ സെറ്റ് ചെയ്യുന്ന സമയമുണ്ട്.
നിങ്ങൾ അതെനിക്കറിയാം. വന്നെടുത്തിരിക്കുമ്പോഴേ എന്റെ കണ്ടോളൂ. ഇയാളെ എന്നെ ഫാൻസ് ഇട്ട്. ഇപ്പം തോന്നുന്നുണ്ടെങ്കിൽ ഒരു മണിയും കൂടെ കഴിയുമ്പോ ഇങ്ങ് പോരും. വരാം. അതേ നടക്കത്തുള്ളൂ. എങ്കിലേ ഒന്ന് 2-3 വിട്ട് കളി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫാൻ റെഡിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫാൻ റെഡിയാക്കിയിട്ടൊന്നും നടക്കത്തില്ല. കുറച്ച് കഴിയുമ്പോ ഞാൻ വരാൻ തരാം. അമ്മേന്റെ നിങ്ങൾ എന്താ മീൻ മേടിച്ചെന്ന് അവിടെ കറി നല്ല ചോറൊക്കെ ഫുഡൊക്കെ വെച്ച് മീൻകറിയൊക്കെ ഉണ്ടോ? കറിയൊക്കെ ഉണ്ട്, നിനക്ക് തരാം. അമ്മ പോയോ? ജോലിക്ക് പോയോ? അമ്മ പോയി. അമ്മയാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്ത്? ഫാനം കണ്ട അങ്ങോട്ട് ചേച്ചിയുടെ അങ്ങോട്ട് എന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ തിരക്കി. അപ്പോഴെന്റെ അടുത്ത് പറഞ്ഞു നീ പുറത്തോട്ട് പോയി വണ്ടി കണ്ട് ശരിയാക്കാൻ പോയെന്ന് പറഞ്ഞു. വറുത്ത മീൻ വല്ലതും ഉണ്ടോ? അതോ വേറെ ബീഫോ എന്തെങ്കിലും ഉണ്ടോ? ബീഫൊന്നും ഇല്ലടാ, മീൻ വറുത്തതുണ്ട്. നെത്തോലി ഉണ്ട്, നെത്തോലി. അങ്ങോട്ട് നടാൻ മേടിച്ചു. നെത്തോലിയാണോ? വലിയ വേറെ മീനൊന്നുമില്ല. ഞാൻ എന്നങ്ങോട്ട് കയറി വന്നാലും നിങ്ങൾ നെത്തോലി കൊച്ചു മീനൊണ്ടിരിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ അവിടെ ബീഫും ചിക്കനൊക്കെ മണം നിന്നടിക്കും. അത് നിനക്ക് ഞാൻ അവിടെ തരാറുണ്ടല്ലോ. എന്നുണ്ടോ? തരാറുണ്ട്, എന്നാലും ഞാൻ തന്നതാണ്. ഞാൻ ഇവിടെ എന്താ വെച്ചാല് നിനക്ക് ഒരു പങ്ക് തരാതിരിക്കോ? തരുന്നുണ്ട്, ഇല്ലെന്നാ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞതാ. ഉം. ഇവിടെ ആണെങ്കിൽ അങ്ങനെ കറിയൊന്നും അമ്മ രാവിലെ പോയിട്ടുണ്ട്. നീ വന്നാൽ മതി, ഇവിടുന്ന് കഴിച്ചിട്ടും കൂടെ അങ്ങ് പോവാം. അവിടെ തന്നെ കഴിക്കുന്നുള്ളൂ. എല്ലാ കഴിപ്പും അവിടെ ഉള്ളു. അല്ല നീ ശരിയാ, കഴിച്ചിട്ട് പോയാല്. പിന്നെ കഞ്ഞിയുണ്ട്, പയറായിക്കൊണ്ടിരിക്കുന്നു. കഞ്ഞിയൊന്നും വേണ്ട, എനിക്ക് ചോറ് മതി. രാവിലെ അമ്മ ഇവിടെ കാപ്പി ഉണ്ടാക്കി, ഉച്ചക്കത്തേക്ക് മതി. ഞാൻ ഇവിടെ കഞ്ഞിയും കൂടെ വെക്കുന്ന ചിലപ്പോഴേ ഇപ്പോഴാകുമ്പോഴത്തേക്കിനും വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ ഒന്നുകൂടെ എടുത്തൊക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി. അങ്ങേർക്ക് ചിലപ്പോൾ രാത്രിയിൽ വന്നിട്ട് ചോറും ചപ്പാത്തിയൊന്നും വേണ്ടി വരത്തില്ല. ചിലപ്പം പറയുന്നത് ലൈറ്റായിട്ട് കഞ്ഞിയല്ലോ മതി. അപ്പോഴാണ് അത് എടുക്കാൻ കൊടുക്കും. രാത്രി കിടന്ന് പുഷപ്പ് എടുക്കുമ്പോഴേ അല്ലെങ്കിൽ മൊത്തം മണ്ടേ കയറത്തില്ല, അതുകൊണ്ടായിരിക്കും കഞ്ഞിയാക്കുന്നത്. മണ്ടേ കയറുന്ന സീനില്ലല്ലോ. എടാ പക്ഷെ നീ പറയുന്ന കണക്കൊന്നുമില്ല. ഈ 10-42 വയസ്സില്, 42 10-47 വയസ്സിൽ അങ്ങനെ ഇങ്ങനെ പെർഫോം ചെയ്യണമെങ്കിലേ നിങ്ങൾക്ക് ആ വയസ്സാകുമ്പോഴത്തേക്കിനും എല്ലാം ഒഴിഞ്ഞു തോന്നുന്നു. അല്ലെങ്കിൽ ആ സമയത്തല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കുറവും തരുന്നില്ലല്ലോ. ഇപ്പൊ എന്തെങ്കിലും കുറവുണ്ടോ? എടാ ഇപ്പൊ നിന്റെ പ്രായം അതല്ലേ. അപ്പഴും നിന്റെ പ്രായം അങ്ങനല്ലല്ലോ. പിന്നെ ആ സമയത്തൊന്നും ഞാനൊക്കെ കാണുമോ പിന്നുള്ള കാര്യം കണ്ട. ഇപ്പഴേ നമ്മളോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു വന്നു ആണ്. ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയതാ ഇൻട്രസ്റ്റ്. രാത്രിയില ഇൻട്രസ്റ്റ് ഞാൻ വിചാരിച്ചൊന്ന് വിളിക്കാന്ന് വിചാരിച്ചതാ. അപ്പൊ പിന്നെ വിചാരിച്ച് രാത്രി ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് ശരിയല്ലോ. നിങ്ങളുടെ ഭർത്താവാണ് എന്തിനാ വിളിച്ചിരുന്നത്? ഞാൻ വിളിക്കാൻ പിന്നെ ഇങ്ങനെ കളിയിടാൻ മൂടും പോണ്ടെന്ന് വെച്ച്. നീ വരുമ്പം പറയാന്ന് പറഞ്ഞിരുന്നൊരു കാര്യമാ. ഇനിയിപ്പൊ അങ്ങ് പറയാം. എന്തൊരു അങ്ങേർക്കേ അങ്ങേരുടെ അച്ഛന്റെ അനിയന്റെ ഓപ്പറേഷൻ ഉണ്ട് 23-ാം തീയതി. ഞാൻ കൂട്ടുകിടക്കാൻ വന്നതാ. അമ്മയടുത്ത് ചോദിച്ചാൽ മതി. അപ്പോഴത്തേക്കിനും ഒരാഴ്ചത്തേക്കൊന്നും ഇവിടെ കാണത്തില്ല. അതാ പറഞ്ഞേ, അമ്മയടുത്ത് ചോദിച്ചാൽ ഞാൻ കൂട്ടുകിടക്കാൻ വരാം. ഞാൻ പിന്നെ അവരുമായിട്ടൊന്നും വലിയ സഹകരണം ഇല്ലാത്തത് കൊണ്ട്, വലിയൊരു മിണ്ടൊക്കെ ഇല്ലാത്തത് കൊണ്ട് കൂട്ടുകിടക്കാൻ വരുന്ന വീട്ടിൽ വരാം. രാത്രി സുഖമായിട്ട് നമുക്ക്. ഇപ്പഴാണെങ്കിൽ നല്ല തണുപ്പ് മഴയൊക്കെ. പറഞ്ഞാലേടാ എനിക്ക് അവരുമായിട്ടൊക്കെ സഹകരിക്കണമെന്നുണ്ട്. പക്ഷെ ഇന്റർകാസ്റ്റ് ആയതുകൊണ്ടേ ഞാൻ മുസ്ലിമും അങ്ങേര് ഹിന്ദു ആയതുകൊണ്ട് ഒരു പ്രശ്നം. എന്നാലും ഇത്രയും വർഷമായി മക്കളായിട്ട് അവർക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അംഗീകരിക്കുന്നുണ്ട്. നീ പുറത്ത് അത് ടിവിയുടെ സൗണ്ട് കൂട്ടിയിട്ടേക്കുന്നു. അത് ടിവിയില് ഞാൻ ചാനൽ മാറ്റിയപ്പോഴത്തേക്ക്. നീ പുറത്തെടുക്കണല്ലോ. പുറത്തില്ല, ഞാൻ ഹാളിരിക്കും. ടി വി കണ്ടോണ്ടിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒന്നും കൂടെ വിളിക്കാൻ. ഇങ്ങോട്ട് വിളിച്ചത് കാര്യമായിരുന്നു. അല്ലെങ്കിൽ ഞാനങ്ങനെ ഇട്ട് പോയാനെ എന്നെ വിളിക്കാം.
വൈകിട്ടാകുമ്പോ ശരിയാക്കാന്നും പറഞ്ഞോണ്ടിരുന്നത്. ഓ, ഇപ്പൊ എന്റെ ആവശ്യമായ. എനിക്ക് ഫാനൊന്നും വേണമെന്നില്ല. എനിക്കറിയാം നിന്റെ ആവശ്യം എന്താന്ന്. നിങ്ങൾക്ക് റെഡിയാക്കിയാൽ നിങ്ങൾക്ക് രാത്രി കിടന്ന് കാറ്റ് കൊണ്ടുകൊണ്ട് ചെയ്യാം. അല്ലാതെ എനിക്ക് ചെയ്യുമ്പോ മാത്രല്ല, എനിക്ക് കിടക്കുമ്പോഴൊക്കെ എനിക്കങ്ങ് ഫാൻ വേണം, ഇല്ലാതെ പറ്റുന്നില്ല. ഫാൻ ഇല്ലാതെ പറ്റില്ല. എനിക്ക് എത്ര തണുപ്പത്ത് ഞാൻ എടുത്ത് മൊത്തത്തിൽ വല്ലേലും രാത്രി അങ്ങനെ ഞാൻ കിടക്കും. അതാകുമ്പോ കിടന്നുറങ്ങാൻ ഒരു സുഖം. അങ്ങനെ കിടന്നാലും എനിക്ക് ഫാനില്ലാണ്ട് പറ്റില്ല. ഇനി അതങ്ങ് പറഞ്ഞ ചൂട് കാരണം ഒന്നും ഇല്ലാതെ കിടക്കുന്നു. ഇടിച്ച് രണ്ടും കൂടെ അവിടെ കിടന്ന് പൊന്തിക്കളിപ്പ് കാണിച്ചിട്ട് ഒന്നും ഇല്ലാതെ കിടന്നു. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരു സൗണ്ട് കേട്ട് ആരെങ്കിലും ഒന്ന് ഇറങ്ങി വരണ്ട വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും നിങ്ങള്? എല്ലാം വാരിയിട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഇതാവൂല്ലേ? ഇല്ലില്ല, അങ്ങനത്തെ കയ്യിലുണ്ട്. എനിക്ക് പിന്നെ മറ്റേ നൈറ്റ് ഉണ്ടടാ, എനിക്കറിയാം. അതെടുത്തിട്ട് കൊണ്ട് വരുമ്പോഴാ മൊത്തത്തിൽ മഴച്ചിരിക്കുന്നത്. വെളിയിൽ നന്നായിട്ട് ഇറങ്ങി കാണാൻ മൊത്തം. അത് മാത്രം എടുത്തിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ പറഞ്ഞത് കാര്യം ഇന്നാ നൈറ്റിട്ടുണ്ട്, ഇന്നാ മതി ഞാൻ വരുമ്പോ. എന്താടാ കേട്ടില്ല? നിങ്ങളാ പറഞ്ഞത് കാര്യവും വരുമ്പത്തേക്ക് ആ നൈറ്റിട്ടുണ്ട് ഇന്നാ മതി. പറ്റത്തില്ല. രാത്രിയിലേ ഇടൂ എന്ന് വല്ലതും ഉണ്ടോ? നിനക്ക് തന്നെ കൂടുതലായിട്ടും ഒന്നും ഇല്ലാതെ കാണാനല്ലേ ഇഷ്ടം. കേട്ടില്ല. നിനക്ക് തന്നെ ഒന്നും ഇല്ലാതെ കാണാനല്ലേ ഇഷ്ടം. അതൊക്കെയാണ്. പിന്നെ എന്താ കഴിച്ച നിങ്ങള്? ഞാൻ ഒന്നും കഴിച്ചില്ലടാ. നീ ചോറ് കഴിച്ചോ? ഞാൻ കാപ്പി കുടിച്ചു പറഞ്ഞില്ല, ചോറ് അവിടെ വന്നിട്ടേ കഴിക്കത്തുള്ളൂ. നീ വാ, കൂടെ ഇതിനേക്കാൾ നല്ലതായിരിക്കും. വാ, ഞാൻ കഥ പറഞ്ഞിട്ടാ. വാ. ശരി എന്നാ. നീ വാ. ശരി. ശരി.